ഗോവിന്ദനാമസങ്കീർത്തനം. പുഷ്പഹാരമണിയിച്ചിപ്പോൾ സ്വാമിജിയെ സ്വീകരിക്കും. ബ്രഹ്മശ്രീ പാലോന്നം ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹം പുഷ്പഹാരമണിയിച്ച് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഹരിയോം. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നോളൂ. ഓംകാരമന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുക, പുറകോട്ട് ചാരിയിരിക്കാതിരിക്കുക. ഒരുമിച്ച് ജപിക്കാം. ഓ ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കണം. എന്നാലേ നീട്ടി ജപിക്കാൻ പറ്റുള്ളൂ. ഓ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഭാരതത്തിൽ 144ാമത് കുംഭമേള നടക്കുകയാണ്. ആ മഹാകുംഭമേള അവിടെ നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ആരെങ്കിലും സ്വാമിജി പോകുന്നുണ്ടോ, ഞങ്ങൾക്ക് കൂടെ വരാൻ പറ്റുമൊക്കെ. അപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ, നഹി ഹമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛലാമയ. നമ്മൾ ധാരാളം സ്നാനങ്ങളൊക്കെ ചെയ്താലും അതിനേക്കാളൊക്കെ ഏറ്റവും പവിത്രമായൊരു സ്നാനം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നഹി ഹമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവസാധവ. ആദരണീയനായ ശ്രീ വെൺമണിജിയും അതുപോലെ തപോതിഥിയായ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെയൊക്കെ ഭാഗവതത്തിൽ കുംഭമേള നടത്തി ഭാഗവതാമൃതത്തിൽ അലിഞ്ഞു ചേർന്ന അവരുടെ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നതാണ് ഏറ്റവും വലിയ കുംഭമേളയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു പവിത്രമായ ഭൂമിയാണ്, ധന്യമായ ഭൂമിയാണ്. ഞാൻ പറയും, 144 കുംഭമേള നടക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. അതിൻ്റെ സകല പുണ്യവും നിങ്ങളിവിടെ നിന്ന് നേടുകയാണ്. അതിൻ്റെ സുകൃതം, അനുഗ്രഹം അനുഭവിക്കുകയാണ്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്താണ് ഈ ഭാഗവതത്തിന് ഇത്രയും ഒരു മഹത്വം? അതായത് ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന കൃതികളാണ് നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ശാസ്ത്രങ്ങളൊക്കെ. ഇന്ന് നമുക്ക് വേണ്ടത് അതുതന്നെയാണ്. കാരണം ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് ലോകം മാറുന്നു. ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ അത്യന്തം പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്ന് ഫോണിലൂടെ നടക്കുന്ന ഈ കാലത്ത്, അതുപോലെ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ പോലുള്ള സംവിധാനങ്ങൾ, ഇവിടെ സ്കാനിങ് സിസ്റ്റങ്ങളൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സത്യം നമ്മളൊക്കെ ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയെല്ലാം സംവിധാനം ലോകത്തിലുണ്ടായിട്ടും മനുഷ്യൻ ആരോഗ്യപരമായി മുന്നോട്ടല്ല പോകുന്നത്. മനുഷ്യൻ മാനസികമായി ഒരിക്കലും നല്ല രീതിയിലല്ല പോകുന്നത്. മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഉറവിടം മുഴുവൻ ഇന്ന് സ്വാർത്ഥവും മുഴുവൻ
അസ്വസ്ഥതയൊക്കെ നിറഞ്ഞതായിട്ട് മാറുന്നു. അതായത് മനുഷ്യജീവിതം മുന്നോട്ടല്ല പോകുന്നത്, മനുഷ്യജീവിതം പുറകോട്ട് പോകും. ടെക്നോളജി, ശാസ്ത്രം മുന്നോട്ട് പോകുന്നു, ജീവിതം പിന്നോട്ട് പോകും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ നോക്കൂ, നമ്മുടെ ഹിന്ദു സമൂഹത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. അത് പണ്ടത്തെ പോപ്പുലേഷൻ നമ്മളിന്ന് ഹിന്ദു സമൂഹത്തിലില്ല. പണ്ട് 6, 7, 8 മക്കളൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഉണ്ടോ? ഉറക്കെ പറയണം, എനിക്ക് കാതിത്തിരി കുറവാണ്. ഉണ്ടോ? ഇല്ല. ഇനി രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പണ്ട് 8, 9 മക്കളുള്ള കുട്ടികൾക്ക് വളരെ സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇന്നുള്ള കുട്ടികളിൽ ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം നേരത്തെ കുറവാണ്. നേരത്തെ പറഞ്ഞു ഇക്കാര്യം മാത്രം വിജയം ചെയ്ത് പറയണ്ട ഇവിടെ. ഇങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും സ്നേഹം ഉണ്ടാവില്ല എന്നൊക്കെയുള്ളത്. അപ്പോൾ സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു, ആരോഗ്യം കുറഞ്ഞു വരുന്നു. കൂടാതെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, ധാരാളം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ മനുഷ്യനൊരു ശാന്തിയും സമാധാനവും ഉണ്ടോ ജീവിതത്തിൽ? സത്യം പറയണം. ഉണ്ടോ? ഇല്ല. അപ്പം അതിനർത്ഥം അവിടെയുള്ള ഒരു ചൈതന്യവും മനുഷ്യന് കിട്ടുന്നില്ല എന്നല്ലേ? ഒരു മനോബലം ഉള്ളവരായി മനുഷ്യൻ മാറുന്നില്ല. ഉണ്ടോ? ഉറക്കെ പറയൂ. ഇല്ല. അപ്പം ഇതിനെന്താണൊരു വഴിയുള്ളത്? അവിടെയാണ് നമുക്ക് ഭാഗവത പുരാണം പോലുള്ള ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളെ സത്സംഗത്തിലൂടെ കേട്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ നമുക്ക് ചില തിരിച്ചറിവുകളുണ്ടാവുക, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, പ്രായോഗികമാക്കുക. അപ്പം നമ്മൾ വെറുതെ വന്നിരുന്നാൽ പോരവിടെ. ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ഉൾക്കൊണ്ടതിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് സ്വയം വീക്ഷിക്കുക, നമ്മളൊന്ന് മാറി നിന്ന് നോക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറി നിന്ന് വീക്ഷിച്ചാൽ കാണാൻ പറ്റുക? പ്രായം ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. മണ്ടി കരയേറുന്ന മോഹവും പ്രായവും അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്താലും മനസ്സിലായില്ല, പ്രായത്തിനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ ഉറക്കെ പറയൂ, സാധ്യമല്ല. പ്രായം അതിൻ്റെ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ശാരീരികമായും മാനസികമായുമുള്ള അസഹ്യതകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മുന്നോട്ട് പോകും തോറും കുറയല്ല, കൂടി വരികയാണ്. ചെറിയ വേദന പോലും ഇന്ന് താങ്ങാനുള്ള കഴിവ് മനുഷ്യർക്ക് കുറവാണ്. വളരെ വിഷമാണ്. അപ്പോൾ ഇത് ഭാഗവതമൊക്കെ കേട്ട് കഴിഞ്ഞാലും ചെറിയൊരു പല്ലവേദന വന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. കാരണം അത് താങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും നമ്മൾ മരുന്നുകൾക്കൊക്കെ അടിമപ്പെട്ടതുകൊണ്ട് മനസ്സിനിന്ന് പലതും താങ്ങാനുള്ളൊരു ശക്തി കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ ശാരീരികമായും അവശരാണ്, മാനസികമായും അവശരാണ്. ഇത് തീവ്രമാകുന്നൊരു കാലത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെയാണ് നമുക്ക് ആത്മീയത കൊണ്ട്, സത്സംഗം കൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഇതിനെ കുറേയെങ്കിലുമൊക്കെ ചെറുക്കാൻ സാധിക്കുക, അല്ലേ? അറിയേണ്ടത്. എങ്കിലല്ലേ നമുക്ക് നമ്മുടെ ജീവിതം മരണം വരെ ഒരു തളർച്ചയില്ലാതെ, ജീവിതത്തിൽ ഒരിക്കലും താളം തെറ്റാതെ, പിരിമുറുക്കങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വേണോ വേണ്ടയോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല, ലോകത്തിലൊരു കണ്ണാടി ഉണ്ടത്രേ. ആ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെങ്ങനെയുള്ള മുഖഭാവത്തോടുകൂടി ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ, അതായത് നിങ്ങൾക്ക് മുഖത്ത് വളരെ സന്തോഷമല്ലേ, വളരെ വിഷമത്തിലാണ് ആ കണ്ണാടിയിലേക്ക് നോക്കുന്നെങ്കിലും ആ കണ്ണാടി തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മുഖം എന്ന് പറയുന്നത് വളരെ യൗവനമുള്ള, വളരെ ഊർജവും പ്രസരിപ്പുമുള്ള, പുഞ്ചിരിക്കുന്ന ഒരു മുഖം നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ വേണോ? അതായത് നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരില്ല. നിങ്ങളുടെ യഥാർത്ഥ മുഖത്തിന് പകരം അത് കാണിച്ചു തരുന്നത് കുറേ കൂടി യൗവനമായ മുഖം, പുഞ്ചിരിക്കുന്നൊരു മുഖം, സന്തോഷമുള്ളൊരു മുഖം, ഊർജമുള്ളൊരു മുഖം. അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ ഇവിടെ സെയിൽസിന് വെച്ചാൽ ഇപ്പം വിറ്റുപോവില്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ഒരു കണ്ണാടി ഒന്ന് കിട്ടുകയാണെങ്കിൽ നന്നാവില്ലേ?
അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടോ? കണ്ണാടി ഉണ്ടോ? ഉണ്ട്. കണ്ണാടി ഉണ്ടോ? ഉണ്ട്. ഏതാണ് ആ കണ്ണാടി? അത് മറ്റൊന്നുമല്ല, അതാണ് ഭാഗവതം. നിങ്ങൾ ശരിക്കും ഭാഗവതത്തിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, അങ്ങനെ ഊർജവും പ്രസരിപ്പും ശക്തിയും പ്രചോദനവും ഉള്ളൊരു മാനസികമായ അവസ്ഥയെ നമുക്ക് നേടിയെടുക്കാം. മുഖത്തിൻ്റെ ഭാവമല്ല മാറുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വേണോ? ഇത്രയും കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒരു കഷ്ടകാലത്തിന് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പുറത്തേക്ക് നോക്കി അകത്തുള്ളതൊന്നും നമ്മളാരും കണ്ടെത്തിയില്ല. വൈഭവം മുഴുവൻ അകത്തുണ്ട്. നേരത്തെ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഈ 6 ചക്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ ശക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ചതെങ്കിലും മനുഷ്യൻ ശക്തി ഉയർത്താനൊന്നും പോയില്ല. തൊഴുത് കഴിഞ്ഞാൽ പായസം മേടിക്കാൻ വേണ്ടി പോയി. മനസ്സിലായില്ല? നമ്മൾ പായസം വാങ്ങിച്ച് നമ്മൾ പോയി. ഇത് നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഉണർത്താനാണെന്ന് നമ്മളാരും അറിയുന്നു പോലുമില്ല. അപ്പം ഇവിടെയാണ് നമുക്ക് ഭാഗവതത്തിലൂടെ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. 2 കാര്യങ്ങളാണ് എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്. അംബരീഷ ചരിതമാണ് എന്നോടൊന്ന് പ്രഭാഷണത്തിനായിട്ട് വിഷയം തന്നിരിക്കുന്നത്. ഈ അംബരീഷ ചരിതം 9-ാം സ്കന്ധത്തിൽ വരുമ്പോൾ 4-ഉം 5-ഉം അധ്യായത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ, ഒന്ന് വ്യാവഹാരിക ജീവിതവും 2 ഒരു പാരമാർത്ഥിക ജീവിതവും. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വ്യാവഹാരിക ജീവിതം, അതായത് നമ്മുടെ ഒരു വ്യവഹാര ജീവിതം, ഒരു ട്രാൻസാക്ഷണൽ ലൈഫ്, മറ്റുള്ളവരോട് ഇടപഴകിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് എന്ത് പറയുക? വ്യാവഹാരികം, വ്യവഹാര ജീവിതം. രണ്ടാമത്തത് ഒരു പാരമാർത്ഥിക ജീവിതം, അതായത് നമ്മളോട് തന്നെ ഇടപഴകുന്ന ജീവിതത്തെയാണ് പാരമാർത്ഥിക ജീവിതം. അപ്പം ഇത് 2ഉം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ വ്യാവഹാരിക ജീവിതത്തിൽ, പൊതുവേ നമ്മൾ കാണുന്ന ഇടപഴകിക്കൊണ്ടുള്ള ജീവിതത്തിൽ അവസാനം മനുഷ്യൻ എത്തിച്ചേരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരം നമ്മൾ ഒറ്റപ്പെട്ടേ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് വ്യാവഹാരിക ജീവിതത്തിൽ, നമ്മൾ ആ മരണം വരെയുള്ള ജീവിതത്തിൽ വളരെയധികം ഇൻവോൾവായിട്ട്, വളരെയധികം ഹാപ്പിയായിട്ട്, വളരെയധികം സന്തുഷ്ടിയോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരുപാട് പണം, ഇപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലും വിദേശത്തുണ്ട്, ധാരാളം പണം അയച്ചു തരുന്നു, നിങ്ങൾ വീട്ടിൽ സുഖലോലുപന്മാരായിട്ട് ജീവിക്കണം, AC ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അതൊക്കെ അനുഭവിച്ച് അവിടെ ജീവിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു ജീവിതം വേണോ? അതല്ല, നിങ്ങളുടെ കഴിവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപഴകി സമയം പോകുന്നത് പോലും അറിയാതെ അങ്ങനെ ഒരു ഊർജത്തോടെ, സന്തോഷത്തോടെ, കൃതാർത്ഥതയോടെ ജീവിക്കണം? ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? മറ്റേത് നിങ്ങൾക്ക് മുറിയിൽ TV ഉണ്ട്, സീരിയലിൻ്റെ പുറമെ സീരിയലുണ്ട്. പിന്നെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് വാർത്തകൾക്ക് യാതൊരു പഞ്ഞുമില്ല. നേരത്തെ കടുവയെ പിടിക്കാനായിരുന്നു മനുഷ്യൻ പോയത്, ഇപ്പോൾ കടുവ മനുഷ്യനെ പിടിക്കാൻ വരുന്ന കാലമാണ്. മന്ത്രിമാർ മുഴുവൻ കടുവയുടെ പിന്നാലെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വാർത്തകൾ, ഇല്ലേ? ആണോ അല്ലയോ? വല്ല പ്രയോജനം കിട്ടുന്ന വാർത്തയാണോ മനുഷ്യന് കാണാനുള്ളത്? പറയൂ. ഈ കൊന്നതും കൊലയാളികളും അത് ചതിയും വഞ്ചനയും ഒക്കെയാണ്. നല്ലതിൻ്റെ ഒരു വാർത്ത സത്യത്തിൽ ഞാനൊക്കെ പേപ്പർ എന്നോ നിർത്തിയതാണ്. എന്നാലും ഈ ന്യൂസ് ഇങ്ങനെ ഈ മൊബൈലിൽ കയറി വരുന്നത് വായിക്കാതിരിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് നിർത്തേണ്ടത് ഇനിയിപ്പോൾ LKG പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കണം. കാരണം അവർക്കാണ് മൊബൈലിനെ കുറിച്ച് കുറച്ചുകൂടി പരിജ്ഞാനം ഉള്ളത്, അല്ലേ? അവരാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ചെറിയ കുട്ടികളാണ് പറഞ്ഞു തരുന്നത് എങ്ങനെയൊക്കെയാണ് മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇന്നലെ പ്രസവിച്ചതിന് പോലും അതിൻ്റെ പരിജ്ഞാനം വളരെ കൂടുതലുമാണ്, അല്ലേ? ശരിയല്ലേ അത്? അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ജീവിത അവസരം, ഒരു റോൾ, ഒരു ഓപ്പർച്യൂണിറ്റി, ഇതിനെ നമുക്ക് ധന്യമാക്കാൻ സാധിക്കും. വേണ്ടയോ? അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. ഇതാണ് വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ
മനുഷ്യൻ്റെ സകല കഴിവുകളെയും സകല സാധ്യതകളെയും നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇനി പാരമാർത്ഥികം എന്ന് പറഞ്ഞാലോ, പരമാർത്ഥമായ കാര്യങ്ങളെ ശരിക്കും ഉൾക്കൊള്ളുക. അതായത് ജീവിതത്തിൽ എന്തായാലും അനുകൂലമായ അവസ്ഥ ഇന്നുവരെ ആർക്കും വന്നിട്ടില്ല. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അനുകൂലവും വരണം. നിങ്ങളിനി എന്തൊക്കെ നിങ്ങൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാലും അവതാര പുരുഷന്മാർ പോലും പറയും ഞങ്ങൾക്ക് പോലും കഷ്ടകാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഉണ്ടോ? നിങ്ങൾ രാമായണം മുഴുവൻ, നമുക്കുണ്ടല്ലോ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാർക്കൊരു സ്വഭാവമുണ്ട്. രാമായണം കർക്കിടകത്തിൽ വായിക്കുമ്പോൾ നമ്മളെല്ലാവരും പട്ടാഭിഷേകം കൊണ്ട് അങ്ങോട്ട് നിർത്തും. എന്തേ ഉത്തരരാമായണം വായിക്കാത്തത്? എന്തേ നമ്മൾ മഹാഭാരതം എന്ന കൃതി വീട്ടിൽ വായിക്കാത്ത? അതിനെന്താ പറയുക? മഹാഭാരതം വീട്ടിൽ വായിച്ചാൽ എന്തുണ്ടാവും? യുദ്ധം ഉണ്ടാവുമെന്ന്. എന്നോടൊരമ്മ വന്നിട്ട് ചോദിച്ചു, സ്വാമി ഞാനൊരു മഹാഭാരത പുസ്തകം ഒരാൾ എനിക്ക് തന്നിട്ട് അത് വീട്ടിൽ വെക്കാൻ പാടുമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മയെന്ന്. അവരൊരു അധ്യാപികയും കൂടിയാണേ. അപ്പം ഞാൻ എന്ത് ചോദിച്ചു പറ്റി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സ്വാമി ഇതാരോ പറഞ്ഞിട്ട് ഇത് വെച്ചാൽ യുദ്ധം ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു രാമായണത്തിലുണ്ടല്ലോ രാമരാവണ യുദ്ധം എന്ന്, അപ്പോൾ അതും വെക്കാൻ പാടില്ലല്ലേ എന്ന്. അപ്പം മൊത്തത്തിൽ ഏത് പുസ്തകത്തിലാണ് യുദ്ധം ഇല്ലാത്തത്? ഭാഗവതത്തിൽ എത്ര യുദ്ധങ്ങളാണ് ഉള്ളത്? ധാരാളം യുദ്ധങ്ങളുണ്ട്. കൃഷ്ണൻ തന്നെ എത്ര യുദ്ധമാണ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഉത്തരരാമായണം വായിക്കാത്തത്? കാരണം ശ്രീരാമസ്വാമിയുടെ അവസാന ആ ഘട്ടങ്ങളൊന്നും വായിക്കുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമില്ല. കാരണം സീതാദേവിയായിട്ട് വേർപിരിഞ്ഞ് കിടക്കുന്നു അല്ലേ? അവസാനം ലക്ഷ്മണനെയും വിട്ടുകൊണ്ട് സരയൂ നദിയിലേക്ക് പോകുന്ന രാമൻ്റെ ചിത്രമൊന്നും അത്ര ഇഷ്ടമല്ല. ഭാഗവതത്തിൽ പിന്നെ നിവൃത്തിയില്ല. 11-ാം സ്കന്ധത്തിൽ കൃഷ്ണൻ്റെ യാത്ര കണ്ട് വായിച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. എന്നാലേ 12-ാം സ്കന്ധത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ്റെ ശരീരം ഉപേക്ഷിക്കണമൊക്കെ നമുക്ക് വായിച്ചേ പറ്റുള്ളൂ അല്ലേ? കുലനാശമൊക്കെ നമുക്ക് കണ്ടേ പറ്റുള്ളൂ ഭാഗവതത്തിലൂടെ. അപ്പം നിങ്ങൾ അവതാര പുരുഷന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാലും അനുകൂലവുമുണ്ട്, പ്രതികൂലം. ഇവിടെയാണ് നമുക്കൊരു ചോദ്യം വേണ്ടത്. നമ്മൾ വരുന്നതൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ദുരിതങ്ങളിലൂടെ ഉയർന്നും താഴ്ന്നും പോവണമോ, അതോ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മബലത്തോടുകൂടി മനസ്സിനെ ഉയർത്തിക്കൊണ്ട് അതൊക്കെ ഒരു പ്രസാദ ബുദ്ധിയോടെ സ്വീകരിച്ച് അതിലൊന്നും പരിഭവപ്പെടാതെ അസ്വസ്ഥപ്പെടാതെ, കുന്തിദേവിയൊക്കെ പറയുന്നത് പോലെ വിപദസന്തുനശ്ശത്ര തത്ര ജഗദ്ഗുരോ എന്ന് പറഞ്ഞ പോലെ, ഭട്ടതിരിപ്പാടൊക്കെ പറഞ്ഞ പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ, ഒരു നിഷ്കമ്പനമായ മനസ്സോടുകൂടി. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടില്ലേ, പാലം കുലുങ്ങിയാലും കേളം കേരളം മൊത്തം കുലുക്കത്തിലാണ് പോട്ടെ, എന്നാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ പ്രതിസന്ധികളിലൊന്നും പതറാത്ത ഒരു മനസ്സ് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പം നമ്മൾ വ്യവഹാരത്തിൽ വളരെ ആക്റ്റീവും പാരമാർത്ഥികമായി നമ്മൾ വളരെ വെരി സ്റ്റേബിളുമായിക്കൊണ്ട്, വളരെ മെൻ്റലി സ്റ്റേബിളുമായിക്കൊണ്ട് ഒരു ലൈഫ് അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ അതൊരു നല്ല ജീവിതമാണോ? പറയൂ, ആണോ? അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തൊരു സൗഭാഗ്യമാണ്. അങ്ങനെ ജീവിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ഭാഗവതത്തിലെ അംബരീഷ ചക്രവർത്തി. അംബരീഷൻ്റെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ നോയിങ് എ സ്റ്റോറി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ 104-ാമത് സത്രത്തിലേക്ക് കിടക്കുകയാണ്. അതും ഒരു മഹാപുരുഷൻ്റെ ഭാഗവതമാകുന്ന കുംഭമേളയിൽ തൻ്റെ ജീവിതം മുഴുവൻ പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന് ഭഗവത് സ്വരൂപമായ പരമഹംസത്തിൻ്റെ തപോഭൂമിയിൽ ഭാഗവതം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മുടെ പൂർവികന്മാർ പറയും, ഈ ഭാഗവതം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിലൊരു 4 തരം വായനകളുണ്ട്. ഒന്നാമത്തെ നമ്മൾ ഒരു ചടങ്ങ് പോലെ വായിക്കുക. ഒരു ചടങ്ങ്, ഇപ്പം രാമായണം കർക്കിടക മാസത്തിലൊക്കെ ചടങ്ങ് പോലെ വായിക്കുന്നവരാണ് നമ്മൾ. ആണോ അല്ലയോ? ആണ്. അതിന് തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ഗർഭിണിയായ സീതയെ ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? ഉറക്കെ പറയണം, എനിക്ക് ചെവി കുറവാ. ഗർഭിണിയായ സീതയെ ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? എന്താ നിങ്ങൾ ഇങ്ങനെ പതുക്കെ പറയരുത്, ഉറക്കെ പറയണം, ഉള്ളിൽ നിന്ന് വരട്ടെ അങ്ങോട്ട്. കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചു എന്ന്. ഇതേ കുറേ പേര് ഇപ്പോഴും ഉണ്ടത്. നോക്കൂ, നമ്മളത് പറഞ്ഞ് ശീലിച്ചു പോയതാണ് അല്ലേ? കാട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണത്. അങ്ങനെയല്ലേ പറഞ്ഞു പോവുക?
മറ്റത് നിങ്ങൾ ഇത്തിരി ബോധത്തോടുകൂടി പറയുകയാണ്. ആണോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്താ വരിക? സത്യം പറയും, നുണ പറയരുത്, സത്യം പറയണം. ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്താ വരിക? കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ പറയുക? എന്നാൽ സത്യത്തിൽ ശ്രീരാമസ്വാമി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് രാമായണത്തിലില്ല. ചെയ്തിരിക്കുന്നത് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞ് വാത്മീകി ആശ്രമത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സീതാദേവിയെ ഏൽപ്പിച്ചു എന്നാണ് രാമായണത്തിൽ. പക്ഷേ നമ്മൾ പറയുന്നത്, അങ്ങ് പറയുന്നത് ഞാനാ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ അറിയില്ല. അപ്പോൾ സീതാദേവിയെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്നതല്ല സത്യം. പറയുന്നത് സീതാദേവിയെ വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. നോക്കൂ, ഏൽപ്പിച്ചു എന്നതാണ് സത്യമെങ്കിലും നമ്മൾ പറഞ്ഞു പാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കാട്ടിൽ കൊണ്ടുപോയി. അപ്പം അങ്ങനെ നമ്മൾ വായിക്കുന്നതുണ്ടല്ലോ, ഒരു സാധാരണ വായന, ഒരു ചടങ്ങ് പോലെ വായിക്കുക, വിശ്വാസം പോലെ വായിക്കുക, അതാണ് ആദ്യത്തെ വായന. എന്നാൽ കുറേ കഴിഞ്ഞാൽ ചില കഥകളുടെ ഒരു രുചി വരും, കഥാരുചി വരുമ്പോൾ ആ വായനയിലൊരു വ്യത്യാസം വരും. അപ്പോഴാണ് അതിൽ ഭാവന ചേരുന്നത്. അപ്പം നിങ്ങൾ ഭാവനാത്മകമായി അത് ആസ്വദിച്ചു വായിക്കും. ചിലവരാണെങ്കിൽ ആ മനോധർമ്മത്തിൽ ഓരോരുത്തരുടെയും ആ ഒരു കഥാപാത്രങ്ങൾക്കനുസരിച്ച് വായിച്ചത് ആ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിലിങ്ങനെ മുഴുകിപ്പോവും. ചിലർക്ക് അതിനുള്ളൊരു കഴിവ്, താതാത്മ്യപ്പെടാനുള്ള കഴിവ് വളരെ ഉണ്ടോ ഇല്ലയോ? കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പം ഭാഗവതത്തിലും പ്രഹ്ലാദൻ്റെ ആ ഭാഗമൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ വെൺമണിജിയൊക്കെ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് ആ വായനയിൽ തന്നെ ഓരോ കഥാപാത്രങ്ങളുടെ ആ ഒരു കേൾക്കുമ്പോൾ മനസ്സിലാവും ഏത് ഭാഗമാണ് വായിക്കുന്നത് എന്നുള്ളത്. ആ വായന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന് അത്രയൊരു രുചി, അത് ആസ്വദിച്ചു കൊണ്ട് വായിക്കുക. ഇനി മൂന്നാമത്തൊരു വായനയുണ്ട്, അതിലെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വായനയുണ്ട്. ഒരു മഹാതത്വത്തെ അങ്ങനെ ഉള്ളിലങ്ങനെ അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു വായന. അപ്പോൾ ആ തരത്തിൽ വായിക്കുമ്പോൾ അവരുടെ ആസ്വാദനത്തിൻ്റെ തീവ്രത കുറേ കൂടി കൂടും. കുറേ കഴിഞ്ഞൊരു വായനയുണ്ട്, ഇതെന്നെക്കുറിച്ചാണ് പറയുന്നത്. ജീവാത്മാവായ എന്നെ പരമാത്മാവിലേക്ക് അങ്ങനെ പതുക്കെ 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 രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ ഒരു ഉപ്പുപാവ എടുത്ത് കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ആഴ്ന്ന് 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 ആ കടലിലേക്ക് താതാത്മ്യപ്പെട്ട് ഒന്നായി തീരുന്ന പോലെ എന്നെ ഇതാ പതുക്കെ പതുക്കെ അങ്ങനെ ഭഗവാനിലേക്ക് അങ്ങനെ ചേർത്ത് ഞാനും ഭഗവാനുമെല്ലാം ഒന്നായി തീർക്കാനുള്ള ഒരു കണ്ണാടിയാണ്, അല്ലെങ്കിൽ ഇതൊരു അമൃതമാണ്, ഇതൊരു കുംഭമാണ്, ഇതിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഓരോ സപ്താഹങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പോൾ നമ്മുടെ ആ വായന, ആ ഒരു ശക്തി അങ്ങനെ കടന്നു പോകണം. അപ്പോൾ എന്നും നമ്മളൊരു ചടങ്ങ് പോലെ ഭാഗവതം അവർക്ക് പറയൂ വായിക്കരുത്, അടുത്ത തലത്തിലേക്ക് ഇതിൻ്റെ കഥ. അതുകൊണ്ടാണ് നമുക്ക് കുറേ കേൾക്കണം, ശ്രവണം എന്ന് പറയുന്നത്. ധാരാളം കേട്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും ആളുകൾ അതിൻ്റെ പ്രൈമറി ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ, നേരത്തെ കാര്യമാത്ര വിജയൻ്റെ അമ്പലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലും എനിക്കതിലൊരു വിഷമമുള്ളത്, 90ാമത്തെ വയസ്സിലും ഈ ചന്ദനം വാങ്ങിച്ചു പോയാൽ ആൾ നന്നാവില്ല. ഉള്ളത് പറയാലോ, ഞാൻ ഉള്ളത് പറയുകയാണ്. അതാണ് ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞത്. എന്താണ്? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നൊക്കെ എടുത്തു പറയേണ്ടി വന്ന എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, കുരുദേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമതവാധാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. എത്ര നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ തീർത്ഥാടനം ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, ദൈവീകത ഉണരുന്നില്ലെങ്കിൽ, ഒരു ക്ഷേത്ര ദർശനം കൊണ്ടും കാര്യമൊന്നുമില്ല. ഉള്ളത് തുറന്നു പറയണം. അതാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത്. ഈ ആചരണങ്ങളൊക്കെ നമുക്ക് ക്രമേണ വിചാരങ്ങളായി, ആ വിചാരത്തിൽ നിന്നും ക്രമേണ നമ്മളെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്ന സാധകരായി അവസാനം ആ സാധനയിലൂടെ സാധ്യത്തിലേക്ക് എത്തിച്ചേരുന്ന
പടിപടിയായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വേണ്ടയോ? ഇനി നമുക്ക് അംബരീഷൻ്റെ കഥയിലേക്ക് കിടക്കാം. അംബരീഷൻ്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നഭകൻ്റെ പുത്രൻ നാഭാഗൻ്റെ പുത്രനായി അംബരീഷ ചക്രവർത്തി. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന കഥയാണ്. ഞാൻ ഒരിക്കലും ആ കഥയുടെ രൂപത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫാണ് ഈ കഥകളൊക്കെ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ. അപ്പോൾ ഇവിടെ അംബരീഷ ചക്രവർത്തിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നാലാമത്തെ അധ്യായത്തിൽ 9-ാം സ്കന്ധത്തിൽ കാണാം. അംബരീഷ മഹാഭാഗോ, അംബരീഷൻ എന്ന് പറയുന്ന ചക്രവർത്തി സപ്തദ്വീപപതി മഹിം എന്നൊരു വാക്കുണ്ട്. 7 ദ്വീപുകളുടെ ചക്രവർത്തിയായിരുന്നോ രാജാവായിരുന്നോ എന്നാണ് അംബരീഷനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുക. എത്ര ദ്വീപിൻ്റെ? 7 ദ്വീപിൻ്റെ. അപ്പോൾ നോക്കൂ, 7 ദ്വീപിൻ്റെ ചക്രവർത്തി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഒരു ദ്വീപിനെ പോലും ഭരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് പല ഭരണാധികാരികളും, അല്ലേ? 7 ദ്വീപുകളെ ഒരേപോലെ കൊണ്ടു നടക്കണമെങ്കിൽ ആ ചക്രവർത്തിയുടെ കഴിവ് എത്രയായിരിക്കണം? അപാരമായിരിക്കണം. 7 ദ്വീപ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയെ മൊത്തം ഭരിച്ചു എന്നൊക്കെ ആണെങ്കിൽ അർത്ഥം എടുക്കാം. കാരണം സപ്തദ്വീപുകൾ എന്നൊക്കെ പറയുമ്പോൾ 7 കോണ്ടിനെൻ്റാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. അപ്പം ഇതൊക്കെ ഭരിക്കാനുള്ളൊരു എഫിഷ്യൻസി ഉള്ള ആളായിരുന്നു അംബരീഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെ കിട്ടി എഫിഷ്യൻസി എന്ന് പറയുന്നത്? നോക്കൂ, നിങ്ങൾ അന്ന് വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഗുരുകുലങ്ങളാണ്, അല്ലേ? ഗുരുകുലങ്ങളല്ലേ? ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തലമുറകളായി കൈമാറി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയിലുമുള്ള കഴിവിനെ പുറത്തേക്കെടുക്കാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചതിൻ്റെ തെളിവാണ് അടുത്ത തലമുറയുള്ള ആ രാജാവിന് 7 ദ്വീപുകളെ ഭരിക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായി മാറാൻ സാധിച്ചത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട 2 മന്ത്രങ്ങളുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. അതിലൊന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത്, നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. കാരണം ഇവിടെ അതാണ്, വൈവിധ്യതയാണ് ജീവിതം. ആണോ അല്ലയോ? അപ്പോൾ വ്യത്യസ്തമാണ്. രണ്ടാമത്തത് പറഞ്ഞു കൊടുക്കണം. ഈ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ തംപ്രിൻ്റ് തന്നെ മനസ്സിലാവും. ആധാർ കാർഡ് പോലുള്ള എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും തംപ്രിൻ്റ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്, നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഓരോരുത്തരും വ്യത്യസ്തമാണെങ്കിൽ ആ വ്യത്യസ്തമായ വൈവിധ്യത്തെ സൃഷ്ടിക്കുന്ന, ആവിഷ്കരിക്കുന്ന ഒരു മഹാശക്തി നിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. അതായത് ഓരോന്നിനെയും വ്യത്യസ്തമാക്കി ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒരു വൈവിധ്യം നിറഞ്ഞ, ഒരു മഹാത്ഭുതം നിറഞ്ഞ ശക്തി. ഒന്നിനെ വ്യത്യസ്തമാക്കണമെങ്കിൽ അതിനുള്ളൊരു ഇൻ്റലിജൻസ് വേണോ? അത് നിന്നിലുണ്ട്. നിന്നെ വ്യത്യസ്തമാക്കിയ ഒരു വൈവിധ്യ ശക്തി, അറ്റ്ലീസ്റ്റ് അത് തന്നെയാണ് ഈശ്വരൻ എന്ന് നീ ഉറപ്പിക്കുക. ആരെയാണ് ഈശ്വരനായി കാണേണ്ടത്? നിന്നെ വ്യത്യസ്തമാക്കിയിരിക്കുന്ന ശക്തി. എന്നെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇത് എൻ്റെ അച്ഛനും അമ്മയും ചെയ്തതല്ല. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ഗർഭപാത്രത്തിൽ വീണ് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അമ്മയ്ക്കറിയോ സത്യത്തിൽ എൻ്റെ കുഞ്ഞ് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്? അറിയോ? ഈവൻ ട്വിൻസിൽ പോലും ആ വ്യത്യസ്തത ഉണ്ടാക്കാൻ സാധിക്കുന്നത് അമ്മയുടെ കഴിവ് കൊണ്ടാണോ? ഇതിൽ അച്ഛനും അമ്മയ്ക്കും വല്ല പങ്കുമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഈ വ്യത്യസ്തമാക്കിയ ഒരു വൈഭവത്തെ നമ്മൾ ആദരിക്കണ്ടേ? ബഹുമാനിക്കണ്ടേ? വേണ്ടയോ? അപ്പം അങ്ങനെ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തി നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ, ആ ശക്തി നമുക്ക് തന്നിരിക്കുന്ന മഹത്വത്തെ ഉണർത്തണ്ടേ? നമ്മളെ വ്യത്യസ്തമാക്കി വൈവിധ്യമാക്കി നമ്മളെ ഉണർത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, അമ്മയുടെ വയറ്റിൽ നിന്നും കൊണ്ടുവരാൻ ഒരു ശക്തിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ബാഹ്യമായ രൂപമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആന്തരികമായ കഴിവിനെ നമ്മൾ ഉണർത്തണ്ടേ? വേണ്ടയോ? ഇത് നമ്മളാരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്ത്? ബാഹ്യമായി നിനക്കൊരു രൂപമുണ്ട്, വ്യത്യസ്തമായ രൂപമുണ്ടെങ്കിലും നിന്നിലെ ആന്തരികമായൊരു വൈവിധ്യമാർന്ന ശക്തിയുണ്ട്. അതിനെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. ആ പുറത്തേക്ക് കൊണ്ടുവരലാണ് വാസ്തവത്തിൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമ്പത്ത് എന്താണ്? നമ്മളിപ്പോൾ സമ്പത്തെന്ന് പറയുന്ന, അസറ്റ് എന്ന് പറയുന്നത്
നമ്മൾ നേടുന്ന കുറേ പണമാണ്. വാസ്തവത്തിൽ അതല്ല നമ്മുടെ സമ്പത്ത്. നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സാധ്യതകളെ നമ്മളത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ, നിങ്ങൾ സമൂഹത്തിൽ നല്ല കാര്യത്തിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പരിശ്രമം കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ സാധ്യത കൊണ്ട് സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആയിരിക്കുമല്ലയോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ കുറച്ച് മെനക്കെടലുണ്ട്. സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. നമ്മളെ ഹിന്ദുക്കൾക്ക് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറേ അവരെ എന്തുകൊണ്ടാണ് സമൂഹം ആദരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ആ സേവന ഭാവം വളരെ കൂടുതലാണ്. ഇപ്പോഴും നമ്മുടെ ഹിന്ദു കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മ മകനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. സ്വാമി, ഇവനെ ഞങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നു. ആരടുത്താണെന്നറിയോ? ഒരു ക്രിസ്ത്യൻ ഫാദറുടെ അടുത്ത്. അപ്പം നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് പോലും പ്രശ്നം വന്നാൽ ഇന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടത് ക്രിസ്ത്യൻ ഫാദേഴ്സിൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവേണ്ടി വന്നത്? നമ്മുടെ ആചാര്യന്മാർക്കൊന്നും അങ്ങനെ കൗൺസിലിംഗ് ചെയ്യാനുള്ളൊരു ഒന്നും മിണ്ടാത്ത നിങ്ങൾ, അങ്ങനെ കൗൺസിലിംഗ് ചെയ്യാനുള്ളൊരു കഴിവും സാധ്യതകളുമില്ല. അവരത് പരിശീലിച്ച് വരുന്നു. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ നഴ്സുമാർ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നു. അവരെന്തുകൊണ്ടാണ് ലോകം വളരെ ആദരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ആ സേവനഭാവം വളരെ കൂടുതലാണ്. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഹിന്ദുക്കളുണ്ടല്ലോ, അമ്പലത്തിലൊക്കെ പോയി ചന്ദനക്കുറി ഇട്ടാലും സ്വാർത്ഥതയാണ്. അവരങ്ങനെ സമൂഹത്തിൽ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ഒരു മനോഭാവം ഹിന്ദുക്കളുടെ ഇടയിൽ കൂടുതലാണോ കുറവാണോ? സത്യം പറയൂ നിങ്ങൾ. എന്നാൽ കുറ്റം പറയാൻ നമ്മൾ മുന്നിലുമാണ്. കുറ്റം പറയുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ്. ആണോ? ശരിയാണോ ഞാൻ പറയണത്? ഞാൻ നിങ്ങളോടത് വെറുതെ പറയല്ല. അപ്പം അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സാധന എന്ന് പറയുന്നത്. വ്യവഹാര ജീവിതത്തിൽ അംബരീഷനിൽ നിന്ന് പഠിക്കേണ്ടത് സപ്തദ്വീപപതിം മഹിം, 7 ദ്വീപുകളുടെ ചക്രവർത്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യവഹാരം എന്ന് പറയുന്നത്, ലൗകികം എന്ന് പറയുന്നത് നമ്മുടെ കഴിവിലെ സാധ്യതകളെ കൊണ്ട് ഈ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെയാണ് ഒരു ലോകം ഒന്നിച്ചു നിൽക്കുന്നത്, ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കുന്നത്. നേരത്തെ ധർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ധർമ്മം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ് ധർമ്മത്തിൻ്റെ പിന്നിൽ. ആചാരപ്രഭവോ ധർമ്മ എന്നാണ്. ആചരിക്കുന്നതാണ് ഏത്? ധർമ്മം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഹേ അർജുന, എനിക്ക് പ്രത്യേകിച്ച് നമ്മെ കർത്തവ്യം പാർത്ത, എനിക്ക് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം, ഞാൻ എന്തിനാ വരുന്നത്? മറ്റൊന്നിനുമല്ല, ലോകസംഗ്രഹം ഏവാബീന്. എന്താണ്? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ ഒരു എന്താ പറയുക ഉന്നതിക്ക് വേണ്ടി, ശ്രേയസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും ഒന്ന് ഇറങ്ങിത്തിരിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും കേരളം? അത് കേട്ടില്ല, നിങ്ങൾ കേൾക്കില്ല, എനിക്കറിയാം. നമ്മൾ വെറുതെ ഗവൺമെൻറ്റിൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടോ, ഹിന്ദുക്കളുടെ ഇപ്പോൾ സംസ്കാരം മോശമാണെന്ന് പറഞ്ഞുകൊണ്ടോ, ആത്മഹത്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടോ. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഹിന്ദു കുട്ടിയല്ലേ ഒരു അധ്യാപകനോട് മോശമായിട്ടൊക്കെ പെരുമാറുന്ന വായിച്ചില്ലേ നിങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് ഈ മോശക്കേടിനെക്കുറിച്ച് സംസാരിക്കുകയാണോ വേണ്ടത്, അതോ നല്ലതിനെ നമ്മൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ വേണ്ടത്? ഇതിലേതാണ് വേണ്ടത്? നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഉത്തമ തെളിവല്ലേ സാക്ഷാൽ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത പീഠമാണ്. ഈവൻ പാർലമെൻറ്റിൻ്റെ ചില അമെൻമെൻറ്റ് പോലും സുപ്രീം കോടതി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടക്കാലത്ത് ഈ കാർഷിക ബില്ലൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സെൻട്രൽ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഒക്കെ വായിക്കാറുണ്ടല്ലോ പത്രത്തിൽ ചില വാർത്തകൾ. അതേപോലെ ശബരിമലയിൽ എന്താ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുത്ത സ്വാതന്ത്ര്യം കൊടുത്താൽ ആർട്ടിക്കിൾ 14 ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങോട്ട് സുപ്രീം കോടതി അങ്ങോട്ട് ജഡ്ജ്മെൻ്റ് എടുത്തു. ഇതാ ഇവിടെ ഗവൺമെൻറ് ആടിപ്പുറപ്പെടുന്ന എല്ലാറ്റിനെയും ഉരുട്ടി കയറ്റാൻ വേണ്ടി 4 കിട്ടുകയും ചെയ്തല്ലോ. പക്ഷെ അന്ന് അമ്മമാരങ്ങോട്ട് റോട്ടിലിറങ്ങിയപ്പോൾ സുപ്രീം കോടതിക്കും മിണ്ടാട്ടില്ല, ഉരുട്ടി കയറാൻ പോയവരും ഇല്ല, ഉരുട്ടി കയറ്റാൻ മെനക്കെട്ടവരും ഇല്ല, എല്ലാം നിന്നില്ലേ. കോടതിയുടെ വിധിയാണോ വലുത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയമാണോ വലുത്? പറയൂ നിങ്ങൾ. ഇത് നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഞാൻ പറയുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇന്നും കോടതി വിധി അതുപോലെ ഉണ്ട്. സുപ്രീം കോടതി അമെൻമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, മറ്റേ ഫുൾ ബെഞ്ചിന് റെഫർ ചെയ്തിട്ടുള്ളൂ കേസ്. ഇപ്പോഴും അതേപോലെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കിടക്കുകയാണ്, ലൈവാണ്. എന്തേ കേരളത്തിലെ ഗവൺമെൻറ് ആൾക്കാരെ കയറ്റം മെനക്കെടാത്ത നവോത്ഥാനം ചെയ്യാത്തത്?
കാരണം അന്ന് ആളുകൾ റോട്ടിലിറങ്ങിയതിൻ്റെ ആ ഒരു പ്രഹരം ഇപ്പോഴും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും വലിയ വിധി ആരുടെയാണ്? നമ്മൾ വിധിക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ സമൂഹത്തിൽ അങ്ങോട്ട് നല്ല കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സപ്തദ്വീപപതിം മഹിം, നമുക്കും 7 ദ്വീപുകളെ സൃഷ്ടിക്കാൻ സാധിക്കും. നമുക്കും ഒരു ഹിന്ദു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. വേണോ വേണ്ടയോ? ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹിന്ദുവിന് എണ്ണം കുറഞ്ഞു വരികയാണ്. വണ്ണമെങ്കിലും കൂടിയിട്ടില്ലെങ്കിൽ, വണ്ണം എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടുള്ള വണ്ണമല്ല, അത് അത്യാവശ്യം നിങ്ങൾക്കൊക്കെ ഉണ്ട്, കഴിച്ചിട്ടുള്ള വണ്ണമല്ല, മാനസികമായൊരു ഐക്യത്തിൻ്റെ വണ്ണം നമ്മൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ എണ്ണവും ഉണ്ടാവില്ല, വണ്ണവും ഉണ്ടാവില്ല. മറ്റൊരു ശ്രീനഗരായി കേരളത്തെ മാറ്റരുത്, വിനീതമായൊരപേക്ഷയാണ്. കണ്ണ് തുറന്നൊക്കെ ഒന്ന് കണ്ടാൽ നല്ലതാണ്. മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ രാഷ്ട്രീയവും പറയല്ല, മതവും പറയല്ല, ഞാനുള്ള യാഥാർത്ഥ്യം പറയുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അത് ഉദ്ഘാടനം എന്നെയാണ് വിളിച്ചത്. എന്നെ സ്വാഗതം ചെയ്തത് കേരളത്തിലെ ഒരു പോലീസ് SP ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം പറയുകയാണ്, ഹിന്ദുക്കൾ പോലും അറിയുന്നില്ല ഹിന്ദുക്കളുടെ എണ്ണം വളരെ ക്രമാതീതമായി കുറഞ്ഞു വരുന്നത്. നമ്മുടെ വീടുകളിൽ കുട്ടികളിപ്പോൾ കല്യാണം കഴിക്കുന്നത് തന്നെ പ്രായമേറെയായിട്ടാണ്. അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 1 2 ഉള്ളൂ. ആണോ? അപ്പം നിങ്ങളുടെയൊക്കെ സ്വന്തം വീടുകളിലേക്ക് നോക്കിയാൽ, കുടുംബത്തിലേക്ക് നോക്കിയാൽ തന്നെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? എണ്ണവും ഇല്ല, വണ്ണവും ഇല്ല, എന്ന് വെച്ചാൽ ഐക്യവുമില്ല. പിന്നെ ഇങ്ങനെ ഹിന്ദുക്കൾ നേരെയാവുക. അപ്പോൾ ഇതൊരു മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഒന്ന് കച്ചകെട്ടി ഇറങ്ങണ്ടേ? വേണോ വേണ്ടയോ? അതിനാണ് ഞാനും നിങ്ങളും ഈ സത്രത്തിൽ വന്നിരിക്കുന്നത്. കുംഭമേളയിൽ പോയി കുളിച്ചു പോരാം, പക്ഷെ ഇവിടെ നിങ്ങൾ കുളിച്ചു പോരുകയല്ല, കുളിച്ചു മുങ്ങി ഉദിച്ചുയർന്ന് മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുകയാണ്. ആ ഒരു കുംഭമേളയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വേണോ വേണ്ടയോ? ഇങ്ങനെ നമ്മൾ പരിശ്രമിക്കുക. നാരായണീയം എന്ന ഗ്രന്ഥത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അമ്മമാർ വലിയ സേവനം നടത്തിയിട്ടുണ്ടെങ്കിലും, ഒരു കുറേ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, നമുക്കിന്ന് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലേക്ക് ഇതിനെയൊക്കെ ഒന്ന് ഘടിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്തോറും ജോലിയില്ല, സത്യസന്ധമായ സ്നേഹമില്ല, പല കാര്യങ്ങളും അവരെ അലട്ടുന്നുണ്ട്. ഉണ്ടോ? ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഭാഗവതത്തിലൂടെയോ നാരായണീയത്തിലൂടെയോ ഭഗവത്ഗീതയിലൂടെ ഉപദേശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരം കൃതികളോടുള്ള താല്പര്യം, ഉറക്കെ പറയൂ, കൂടുതലായിരിക്കും. വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ഓരോ കഥകളുടെയും ഉള്ളിൽ നിന്ന് ചില സാരാംശങ്ങൾ എടുത്തുകൊണ്ട് അതിനെ നമുക്ക് സമൂഹത്തിലേക്ക് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കണം. അംബരീഷ ചക്രവർത്തി 7 ദ്വീപുകളുടെ ചക്രവർത്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വശത്ത് ചക്രവർത്തിയുടെ എല്ലാ കർത്തവ്യങ്ങളും കടമകളൊക്കെ ചെയ്യുമ്പോഴും വേറെ വശത്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉയർത്തുന്ന സാധനാനുഷ്ഠാനം കൃത്യതയോടെ പാലിച്ച ആളായിരുന്നു അംബരീഷ ചക്രവർത്തി. അപ്പോൾ രണ്ടും കൊണ്ടു നടന്നു, ഭൗതികവും കൊണ്ടു നടന്നു, ആത്മീയം പാരമാർത്ഥികമായതും കൊണ്ടു നടന്നു. അങ്ങനെ അദ്ദേഹം ദ്വാദശി വ്രതം എടുക്കുന്നതും കഥകൾ ഞാൻ വിസ്തരിക്കുന്നില്ല, കാരണം നമ്മുടെ സമയക്കുറവുണ്ട്, 1:15 നിർത്തുകയും വേണം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് സമയം പെട്ടെന്ന് പോവും. അപ്പോൾ വ്രതമൊക്കെ എടുത്തു, ആ വ്രതത്തിൻ്റെ പൂർണ്ണത വരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ദുർവാസവ മഹർഷി കയറി വരുന്നത്. ആ ദുർവാസവ മഹർഷിയെ വേണ്ട പോലെയൊക്കെ അദ്ദേഹം സൽക്കരിച്ചു. അദ്ദേഹത്തിന് അപ്പോൾ കുളിക്കാൻ പോകണം, കുളിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹം സന്ധ്യാസ്നാനമൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇവിടെ പാരണ ചെയ്ത് വ്രതം ഉപസംഹരിപ്പിക്കേണ്ട, പൂർണ്ണമാക്കേണ്ട സമയമായി. അംബരീഷൻ വളരെ വിനയാന്വിതനായി മഹാന്മാരോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, തീർത്ഥമെടുത്ത് അല്ലെങ്കിൽ പാരണയുടെ ഈ പാരണ തീർത്ഥമെടുത്ത് അങ്ങ് തൽക്കാലത്തേക്ക് ആ വ്രതം പൂർണ്ണമാക്കുമെന്ന്. കഷ്ടകാലത്തിന് ഈ വെള്ളം കുടിക്കുന്ന സമയത്താണ് നമ്മുടെ ദുർവാസാവ് കയറി വരുന്നതും ഇദ്ദേഹം നല്ലോണം സുഭിക്ഷമായിട്ട് വയറ് നിറച്ച് ശാപ്പാടൊക്കെ കഴിച്ച് വെള്ളം കുടിച്ചതാണെന്നുള്ള ധാരണ. പിന്നെ അന്നത്തെ കാലത്തൊരു ചൊല്ലുണ്ട്, വെള്ളം കുടിച്ചാലും അത് ഭക്ഷണം കഴിച്ചതിന് തുല്യമാണെന്നൊക്കെ ഉള്ളൊരു ധാരണ. അങ്ങനെയൊക്കെ ആയിട്ട് അവിടം കൊണ്ട് കോപിഷ്ഠനായി. പിന്നെ ഈ സന്യാസിമാർക്കൊക്കെ ചില കോപം വന്നു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ കുംഭമേളയിലൊക്കെ ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്, ശൂലം കൊണ്ടെറിയുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതൊക്കെ. ഇവിടെ ദുർവാസാവത തൻ്റെ ജടയൊക്കെ എടുത്ത് താഴെ അടിക്കുന്നു, അതിൽ നിന്ന് കൃത്തിക ഒരു സാധനം വരുന്നു. ആ കൃത്തിക നേരെ വന്ന്
ഈ അംബരീഷനെ നേരെ വാളും കൊണ്ട് വരുമ്പോഴേക്കും അംബരീഷൻ എന്ത് ചെയ്തു അറിയോ? ഇന്നത്തെ ഭക്തന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? വാലും ചുരുട്ടി ഓടിയിട്ടുണ്ടാവും, ആണോ? എന്നാൽ അംബരീഷൻ എന്ത് ചെയ്തു അറിയോ? ഭാഗവതത്തിൽ ഈ വരികൾ ഓർത്ത് വയ്ക്കുക. ചചാല പദാൽ നൃപ. എന്താണ്? അതൊരു ഗംഭീര പ്രയോഗമാണ്. തന്നെ കൊല്ലാനായി വാളുമോങ്ങി വരുന്ന കൃത്തിയെ കണ്ടിട്ടും ചചാല, ഒന്ന് പറയൂ, പദാത് നൃപ, തൻ്റെ പാദത്തെ ഒന്ന് ചലിപ്പിക്കുക പോലും ചെയ്തില്ല. ആര്? എന്താ, അദ്ദേഹത്തിൻ്റെ കാല് മരവിച്ചിരുന്നോ? കാല് മരവിച്ചിരുന്നോ? എന്താ കാരണം? അദ്ദേഹം ആ ഒരു അനുഭവത്തെ അങ്ങോട്ട് ഈശ്വരൻ്റെ പ്രസാദമായി, തൻ്റെ ഭഗവാന്റെ പ്രസാദമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ്. ഭഗവാൻ ഉണ്ട്, ഇത് ഭഗവാന്റെ പ്രസാദമാണ്, ഇതിന് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ ചെയ്യും. ഒരു നിമിഷം മനസ്സിനെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ച ശക്തി ഉണ്ടല്ലോ, ഇതാണ് ഭക്തി. അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടതും ഏതാണ്? കേട്ടില്ല നിങ്ങൾ? ഇനിയിപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ വരിക എന്നറിയോ? ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടർ പറയാം നമുക്കൊന്ന് ഒരു ഭാഗം എടുത്തിട്ടൊന്ന് കൊടുക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ അപ്പോഴേ തുടങ്ങും ഹൃദയത്തിൻ്റെ അടി, ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് റിസൾട്ട് ഇങ്ങോട്ട് വരുന്ന ദിവസം നിങ്ങളുടെ ലാബ് ടെസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ബാക്കി നിങ്ങൾ പറയും ചചാല പദാൽ നൃപയാണോ വരിക? എല്ലാം ബയോപ്സിയുടെ റിപ്പോർട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ആ റിപ്പോർട്ടുണ്ട്, ഈ റിപ്പോർട്ടുണ്ട്, ഇങ്ങനെ ചങ്കടിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, എന്തൊക്കെ കുഴപ്പങ്ങളാവോ ഉണ്ടാവുക എന്നുള്ളത്, ആണോ? ഞാൻ സത്യം ചോദിക്കട്ടെ, BP ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നെർവസ് ആവുന്ന ആൾക്കാരില്ലേ? ഡോക്ടർ പറയാണ് കാണിച്ചോളൂ എന്ന്, അതിങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു. കാരണം അതിനെ താങ്ങാനുള്ളൊരു, എന്നിട്ട് നമ്മൾ പറയണം സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്തിയാദി ഹേതവേ. ഇതാണ് നമ്മുടെ ഭക്തി. അപ്പം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരാചരണത്തിലേക്കായാൽ അത് നമുക്കൊരിക്കലും പ്രയോജനമാവില്ല. ഭക്തി പ്രയോജനകരമാകുന്നത് മനസ്സിലത് ശക്തിയായി മാറുമ്പോഴാണ്. ഈ ശക്തി ആവണമെങ്കിൽ നമുക്ക് വരുന്നതിനെ ഒരു നിമിഷം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഇത് ഭഗവാന്റെ പ്രസാദമാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പ്രസാദം എന്ന് പറഞ്ഞാൽ നിവൃത്തികേട് പോലെ കാണുകയല്ല. ഇതിനുള്ള പരിഹാരം ആര് തോന്നിക്കും? ഇത് ഭഗവാൻ തോന്നിക്കും. ഇതെനിക്ക് ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാലല്ലോ, നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയാണ് ജീവിതത്തിൽ കൃത്യമായ വഴികൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അംബരീഷൻ്റെ മുന്നിൽ ഭഗവാൻ സുദർശന ചക്ര രൂപത്തിലാണ് പരിഹാരമായി തീർന്നത്. ആ സുദർശന ചക്രം വന്ന് കൃത്യം ശരിയാക്കി. വേഗം ശരിയാക്കണം, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വിചാരിച്ചു ചക്രത്തിൻ്റെ പാട്ടിൽ പോകുന്നുള്ളത്. പിന്നെയല്ലേ നോക്കുമ്പോൾ കാണുന്ന നേരെ ദുർവാസാവിൻ്റെ നേരെയാണ് ചക്രം പോകുന്നത്. ദുർവാസാവ് ഇങ്ങനെ ഒരു പുലിവാല് പിടിക്കുന്നു വിചാരിച്ചില്ല. അദ്ദേഹം നോക്കുമ്പോൾ ചക്രം അതിവേഗതയിൽ തൻ്റെ കഴുത്തിന് നേരെ വരികയാണ്. പിന്നെ അറിയാലോ കഥകളൊക്കെ. പിന്നെ അദ്ദേഹം ഓടിയ ഓട്ടം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും ഓട്ടം ഓടിയിട്ടുണ്ടാവില്ല. അതും അദ്ദേഹമാണെങ്കിൽ നല്ല ഭിക്ഷ കഴിച്ച് കുമ്പയൊക്കെ ഇങ്ങനെയാണ് കിടക്കണത്. ഈ വലിയ കുമ്പയും വെച്ചിട്ട് അദ്ദേഹത്തിന് ഓടേണ്ട ഓട്ടം, അങ്ങനെ ഓടി ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെല്ലുന്ന കഥ കേട്ടിട്ടുണ്ട് അല്ലേ? ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നമ്മൾ ഈ ചില ഹോസ്പിറ്റലിലേക്ക് കേസും കൊണ്ടുപോകുന്ന പോലെയാണ്. പറയും ഇവിടെ ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് ഇവിടെ എടുക്കില്ല, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവ് കേസ് കൈവിട്ടു. ബ്രഹ്മാവ് പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവ് എൻ്റെ കയ്യിലില്ല. എന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അതിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിലില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന്. അവിടെ നിന്ന് നേരെ പിന്നെ പരമശിവൻ്റെ അടുത്ത് കൊണ്ടുപോയി. പരമശിവനോടൊതൊന്ന് ഒഴിവാക്കി തരാൻ പരമശിവൻ ഇവിടെയും പറ്റില്ല, കേസ് കൈവിട്ടു. പിന്നെ അവസാനമുള്ളത് മെഡിക്കൽ കോളേജല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ല, വലിയ ഫെസിലിറ്റി ഫാക്കൽറ്റി ഉള്ള ഹോസ്പിറ്റലാണ്. അവസാനം ഇതിൻ്റെ ഉടമസ്ഥൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുന്നു, പത്മനാഭൻ്റെ അടുത്ത് ചെല്ലുന്നു, കാൽക്കൽ വീണിട്ട് പറഞ്ഞു അങ്ങയുടെ ചക്രം കുറേ ദിവസമായി അങ്ങയുടെ കയ്യിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്, അതിപ്പോൾ എൻ്റെ പിന്നാലെയാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എത്രയും വേഗം അതിനെ ഒന്ന് കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞാൽ ഭഗവാൻ പറയണമെന്നറിയോ, എനിക്കും അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല എന്നാണ്. ഉടമസ്ഥനും കൈവിട്ട്, ചിലരുടെ ഈ പശുക്കളൊക്കെ കയ്യിൽ നിന്ന് കയറിട്ട് ഓടിക്കഴിഞ്ഞാൽ ഉടമസ്ഥന് പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലേ? ഞാൻ ഇത് പറയുമ്പോഴല്ലോ എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി.
ഞാൻ ഇന്നലെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കഥ എന്നോട് അംബരീഷ് ഇതാണ് ഇവിടെ മള്ളിയൂർ പറയേണ്ടതെന്നുള്ള ആ കാര്യം അപ്പോഴാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ടോപ്പിക് എന്താണ് ഇത് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇങ്ങോട്ട് വന്നിങ്ങോട്ട് ഇതാക്കുമ്പോഴേക്കും എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വഴിയിൽ ഒരു ലേഡി ഓപ്പോസിറ്റ് സൈഡിൽ കാറ് കൊണ്ടുവരികയാണ്. ഓപ്പോസിറ്റ് സൈഡ് കയറ്റത്തിലേക്ക് കയറുകയാണ് അവർ. ഞാൻ കാണുക ഇറക്കത്തിലേക്ക് ഇറങ്ങണം. ഇവരെ വണ്ടി കയറ്റത്തിൽ ബ്ലോക്കായി. അവിടെ ആകെ ട്രാഫിക് ബ്ലോക്ക് വന്നപ്പം ഞങ്ങളൊരു 6-7 പുറകിലുള്ള വണ്ടിയാണ്. എൻ്റെ സാരഥി ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള സാരഥി ഒരു മുസ്ലിമായിരുന്നു. അവൻ എന്താ അറിയില്ല, ത്രികാലജ്ഞാനിയാണോ എന്ന് എനിക്കറിയില്ല. അവൻ എന്നോട് ഒരു ലേഡിയാണ് സ്വാമി ഓടിക്കുന്നതെന്ന്. തനിക്കിങ്ങനെ അറിയാം, ഇത്ര ദൂരം താൻ കണ്ടിട്ട് പോലില്ല. ആ ഡ്രൈവിങ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നാൽ അങ്ങ് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അവരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, നീ പോ എന്നിട്ട് പറയും അവരോട് ഞാൻ എടുത്തു തരാമെന്ന്. കാരണം അവർക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അവരാകെ വെപ്രാളത്തിൽ അവിടെ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ സ്ത്രീ അവസാനം ഇറങ്ങി, അവസാനം ഇദ്ദേഹം തന്നെ നമ്മുടെ ഡ്രൈവർ തന്നെ അതൊക്കെ ഇറക്കി ആ വണ്ടി എടുത്ത് അതിനൊരു സ്ഥാനത്ത് കൊണ്ടു നിർത്തി. എന്നിട്ടാണ് പിന്നീട് ഞങ്ങളിങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഉടമസ്ഥൻ തന്നെ ഇത് കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാധനമാകുമ്പോൾ ആ ഉടമസ്ഥൻ്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പം ഞാൻ പറയായിരുന്നു അംബരീഷ ചരിതത്തിന് പറ്റിയൊരു കഥയാണ് എന്തായാലും ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ പത്മനാഭസ്വാമി തൻ്റെ കയ്യിലുള്ള ചക്രത്തെ പറയുന്നു എനിക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന്. അംബരീഷൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇനിയിപ്പോൾ ആർക്കാ പറ്റുകയെന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു തിരിച്ചു പോകൂ. ദുർവാസാവിനോട് പറയാണ് തിരിച്ചു പോകൂ. ആരടുത്തേക്ക്? അംബരീഷൻ്റെ അടുത്തേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാൻ പറയുന്ന ചില വരികൾ നമ്മൾ ഓർത്തു വയ്ക്കണം. അഹം ഭക്തപരാധീന ഹി അസ്വതന്ത്ര ഇവദ്വിജ സാധുബിർഗ്രസ്ത ഹൃദയ ഭക്തൈ ഭക്തജനപ്രിയ. കുറച്ച് വരികളുണ്ട്, ഉഗ്രൻ വരികളാണത് അല്ലേ. എന്താ അതിൻ്റെ ഒരു രസം എന്നറിയോ? ഞാൻ ഭക്തൻ്റെ പരാധീനനാണ്, അധീനതയിലാണ്. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ് ഭഗവാനെ നോക്കൂ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞങ്ങോട്ട് ഉറപ്പിക്കണം. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്, ഉള്ളിലുണ്ട്. ഞാൻ ഭക്തൻ്റെ അധീനതയിലാണ്, അസ്വതന്ത്ര. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. എന്നിട്ട് പറയുന്ന അടുത്ത വരി എന്താ അറിയോ? ഏധാരകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാത കഥം ത്വം തെക്തുമുത്സഹേ എന്ന് പറഞ്ഞാൽ എന്താ വരികളുടെ അർത്ഥം? എൻ്റെ ഭക്തന്മാർ, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, പ്രാരബ്ധമുണ്ട്. പക്ഷേ കുറച്ച് നേരത്തേക്കെങ്കിലും നോക്കൂ, കുറച്ച് നേരത്തേക്കെങ്കിലും, അല്പനേരം, സ്വല്പമപ്യസ്യ, കുറച്ച് നേരത്തേക്കെങ്കിലും ഇതെല്ലാം വിട്ടുകൊണ്ട് എന്നെ തന്നെ ശരണം പ്രാപിച്ച്, എന്നിൽ തന്നെ മനസ്സർപ്പിച്ച്, എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന ഭക്തനെ ഞാനൊരിക്കലും പറയൂ കൈവിടില്ല. ഇത് ഞാൻ പറയുമ്പോണ്ടല്ലോ എനിക്കറിയാം 101% നിങ്ങളിലിത് ഉറപ്പിക്കുന്നവർ കുറവാണ്. കാര്യമൊക്കെ നമ്മളിതൊക്കെ പറയും, പക്ഷേ യാഥാർത്ഥ്യം കൊണ്ട് ഇതും നമ്മുടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്താണ് ഇതിനൊരു അർത്ഥമുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ സയൻസിൻ്റെ ലോകത്തിലാണ്. അപ്പം സയൻസ് നമുക്ക് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ ഈ ആത്മീയതയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കും. അതായത് ഡെയിലി നമ്മൾ നാമം ജപിച്ച് കുറേ സമയം അതിനു വേണ്ടി കണ്ടെത്തണം. ഞാനിത് പറയുന്നത് ആക്ച്വലി നിങ്ങളോടല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് അന്യസംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആണോ അല്ലയോ യാഥാർത്ഥ്യം? നമ്മുടെ കുട്ടികളിൽ നാമജപ സംസ്കാരമുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. അപ്പോൾ ഈ നാമജപം എന്തുകൊണ്ടാണ് അവർ ജപിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസ് നമ്മൾ കുറച്ച് ഉൾക്കൊണ്ടാൽ. ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന ഈ ശബ്ദങ്ങളൊക്കെ ഇത് തരംഗങ്ങളാണ്. അവിടെയാണ് സയൻസ് പഠിക്കുന്നത് എനർജി കാൺ ബി ഡിസ്ട്രോയിഡ് എന്ന്. ശബ്ദമാണെങ്കിലും ഏത് രൂപത്തിലുള്ള ഊർജത്തെ നമുക്കാർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പം നിരന്തരമായ ഒരു നാമജപ സംസ്കാരമുള്ള ഒരാൾക്ക്
അയാളുടെ ഉള്ളിലും പുറത്തും ആ നാമജപത്തിൻ്റെ ഒരു വൈബ്രേഷൻ, ഒരു ഫ്രീക്വൻസി, ഒരു തരംഗം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിലുണ്ടാക്കുന്ന ഒരു സ്വാധീനമുണ്ട്. ആ മന്ത്രത്തിൻ്റെ ഒരു സ്വാധീന ശക്തിയുണ്ട്. ഇത് നിരന്തരം 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 ജപിക്കണം. അപ്പോഴേ ആ ഒരു മന്ത്രത്തിൻ്റെ സ്വാധീന ശക്തി കൂടിക്കൂടി വരികയുള്ളൂ. അങ്ങനെ ആ സ്വാധീന ശക്തി വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ആ ശക്തി തരുന്ന ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലമുണ്ട്, മനോബലം. ഇത് വെറുതെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല. ഇത് ജപിച്ച് 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 ആ ശക്തിയിലേക്ക് നമ്മൾ ഉയരണം. ഭക്തി എന്ന് പറയുന്നത് ശക്തിയിലേക്ക് മനസ്സ് ഉയരുന്നത് വരെ കൊണ്ടു നടക്കേണ്ട അനുഷ്ഠാനമാണ് ഭക്തി. ഇതുവരെ മനസ്സിൻ്റെ ശക്തി കൈവരിക്കുന്നത് വരെ അങ്ങനെ നമ്മൾ ജപിച്ച് 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 നമ്മൾ സ്വയം അളക്കണം. ഇപ്പോൾ ഈ പാലിലൊക്കെ എത്ര വെള്ളമുണ്ടെന്ന് അളക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ഫീവർ ഉണ്ടെന്ന് എത്ര അളക്കുന്ന പോലെ, BP അളക്കുന്ന പോലെ മനസ്സിനെ നമ്മൾ അളക്കണം. എന്താണ് അളക്കേണ്ടത്? എൻ്റെ മനസ്സിന് ഓരോ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ കൂടെ വരണം. അഭിമുഖീകരിക്കാൻ എത്ര ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തി വന്നിട്ടില്ല എങ്കിൽ അത്രയും നമ്മൾ വീണ്ടും വീണ്ടും ജപിച്ചു കൊണ്ടിരിക്കണം. കാബിലിയോപാഖ്യാനത്തിൽ 3-ാം സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ കപില ഭഗവാൻ അമ്മയോട് പറയും, എത്ര കാലം നമുക്കൊരു വിഗ്രഹത്തെ അർച്ചിക്കണം എന്നൊരു കാര്യം പറയും. അർച്ചാതോ അർച്ചയേത് താവതീശ്വരമാം സ്വകർമ്മകൃത് യാവന്നവേദ സ്വഹൃതി സർവേഷു എന്താണ് സർവഭൂതേഷു അവസ്ഥിതം. ഇതാണ് ശ്ലോകം. അതായത് പറഞ്ഞു വരുന്നത് അർച്ചിച്ചുകൊള്ളൂ. എത്ര കാലം? ഇന്നവേദ സ്വഹൃതി എന്നാണ്. അവനവൻ്റെ ഹൃദയത്തിലാണ് ആ ഈശ്വര ശക്തി ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നത് വരെ നമുക്ക് വിഗ്രഹത്തെ അർച്ചിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഈ അർച്ചന കൊണ്ടൊക്കെ ഞാൻ നേടിയെടുക്കേണ്ടത് എൻ്റെ മനസ്സിലുള്ള ദൈവീകമായ ശക്തി ഉണർന്നുണർന്നു വരണം. വേണോ വേണ്ടയോ? ഞാൻ സത്യമായി ചോദിക്കട്ടെ, നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു അവലോകനം ചെയ്യുന്നവർ ഉണ്ടോ? സ്വന്തം മനസ്സ് ശക്തിയിലേക്ക് ഉയരുന്നത് വരെ ഞാൻ ജപിച്ചു കൊള്ളണം, ജപിച്ചാലേ എനിക്ക് ആ ശക്തി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് പറയും? വെറുതെ ചടങ്ങ് പോലെ ജപിക്കുകയല്ല. എൻ്റെ മനസ്സിനെ ശക്തിയിലേക്ക് ഉയർത്തണം, എൻ്റെ മനസ്സ് ശക്തിയിലേക്ക് ഉയരും, അതുവരെ ഞാൻ പറയൂ ജപിച്ചുകൊണ്ടിരിക്കണം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര ജപിക്കണം? 108 ജപിച്ചാൽ മതിയോ? 1008 ജപിക്കണോ? 2000? നോക്കൂ, നിങ്ങൾ 1008 2008 വിടൂ. ഈ ഒരൊറ്റ കാര്യം മനസ്സിലോർത്താൽ മതി. എൻ്റെ മനസ്സിന് ഞാൻ നേരിടേണ്ടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ചചാലപ്പതാൽ നൃപ, എൻ്റെ മനസ്സൊരിക്കലും പതറാതിരിക്കുന്നത് വരെ ഞാൻ ജപിച്ച് ജപിച്ച് മനസ്സിന് ആ ശക്തി നേടണം. മനസ്സിലാവുണ്ടോ? ശരിക്കും സത്യം പറയണേ, ജപിച്ച് മനസ്സിന് ശക്തി വരുന്നുണ്ടോ? ഇല്ല എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇതുവരെ വന്നിട്ടില്ല സ്വാമി എന്ന്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആ ശക്തി വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കില്ല, ഞാൻ ഈ വഴിക്ക് വരില്ല. നമുക്കൊക്കെ ചില വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ കുറേ മഹാത്മാക്കൾ ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ടാണ്. വള്ളിയൂരിൻ്റെയൊക്കെ ജീവിതം നമ്മൾ കണ്ണിൽ പ്രത്യക്ഷമായി കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് ശരീരം വിടുമ്പോഴൊക്കെയുള്ള ആ മനോഭാവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആണോ? അങ്ങനെയുള്ള പൂന്താനത്തിൻ്റെ കൃതികൾ നമ്മൾ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിച്ചിരുന്ന പല മഹാത്മാക്കളും അത് പ്രത്യക്ഷമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പൂന്താനമൊക്കെ പാടിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ. വളരെ ഒട്ടും മാനസികമായിട്ട് നിഷ്കമ്പനായിട്ടത് അല്ലേ, ഒരു തരത്തിലും അദ്ദേഹം മാനസികമായി പതറാതെ അതിലൂടെയൊക്കെ കടന്നുപോയത്. ഈ ഒരു മനോബലത്തിലേക്ക് മനസ്സ് ഉയരുന്നുണ്ടോ? നിങ്ങൾ കേട്ടതേയില്ല. ഉയരുന്നുണ്ടോ? 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 എത്ര കാലം ജപിക്കണം? മരണം വരെയോ? മരണമൊക്കെ വിട്ടോളൂ നിങ്ങൾ, അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ. എത്ര കാലം ജപിക്കണം? എത്ര നേരം ജപിക്കണം? നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലാബ് റിപ്പോർട്ട് വരുമ്പം ചിരിച്ചുകൊണ്ടോ ഇത്രയേ ഉള്ളൂ ഇല്ലേ എന്ന്, ഇത്രയേ ഉള്ളൂ ഇല്ലേ എന്ന് ആ ഡോക്ടർക്ക് ടെൻഷൻ വരണം, നമുക്ക് ടെൻഷൻ ഇല്ലാത്തതിൽ. മനസ്സിലായില്ലേ? കാണുന്ന ഡോക്ടർക്ക് ടെൻഷൻ വരണം. അപ്പം പറയണം, ഇതാണ് ഭാഗവതം, ഇതാണ് എൻ്റെ ഭക്തി എന്നുള്ളത്. വേണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്.
ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. എനിക്കിത്തിരി ഭയങ്കര ചെസ്റ്റ് കൺജഷൻ വന്നപ്പോൾ എന്നെ ഒരു ഡോക്ടർ എടുത്തുകൊണ്ടേ, വളരെ ഫേമസ് ആണ് അദ്ദേഹം, ഈ പൾമണോളജിയിലൊക്കെ വളരെ ഫേമസ് ആണ് അദ്ദേഹം. MRCP FRCP ഒക്കെ എടുത്ത ആളാണ് ഇദ്ദേഹം. എന്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ നന്നായി, ഇത്രയേ ഉള്ളൂ അല്ലേ, വളരെ നന്നായി ഡോക്ടർ. ഞാൻ വളരെ കൂളായിട്ട് അദ്ദേഹത്തിന് ഒട്ടും ഒരു ടെൻഷൻ കാണും. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്വാമി ഇതെങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു, ഭഗവത്ഗീതയാണ് അതിൻ്റെ കാര്യം എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവത്ഗീത ഒന്നും അത്ര പരിചയമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്വാമിയെ ഞാൻ ഫ്രീ ആയിട്ട് ചികിത്സിച്ചോളാം, എനിക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുമെന്ന്. അദ്ദേഹത്തിന് ഞാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഭഗവത്ഗീത അങ്ങനെ എനിക്ക് പറഞ്ഞ് ക്ലാസ് എടുക്കാനൊന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങ് ചില ടോക്കുകളൊക്കെ ഇങ്ങനെ പല ആചാര്യന്മാരുടെയൊക്കെ കേട്ടു നോക്കൂ, എന്നിട്ട് അങ്ങ് ചിന്തിക്കൂ, മനസ്സിലാക്കുന്നു. ഇപ്പോഴും അദ്ദേഹം എനിക്ക് ടെക്സ്റ്റ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മരുന്നൊക്കെ അന്ന് തന്നെ നിർത്തി. കാരണം അത് എൻ്റെ ഒരു വഴിയല്ലാത്തതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്തത് മാത്രം, എനിക്ക് മരുന്നുകളൊന്നും വേണ്ട, അതൊക്കെ ഞാൻ വേറെ രീതിയിൽ അങ്ങനെ പരിഹരിച്ചോളാം. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ജീവിതത്തിൽ നമുക്ക് മനോബലമുണ്ടെങ്കിൽ നമ്മളാണ് ഭക്തന്മാർ, നമ്മളാണ് ഹീറോസ് ഓഫ് ദി വേൾഡ്. മനോബലമില്ലാത്തവൻ എവിടെ പോയിട്ടും കാര്യമില്ല. അംബരീഷൻ എന്താ ഇത്രമാത്രം ഭാഗവതം പൊഴുത്തിയത്? നച്ചജാലപ്പതൽ നൃപ, ഒരു തരത്തിലും പതറിയില്ല. ഭഗവാൻ അവിടേക്കാണ് ദുർവാസാവിനെ വിട്ടത്. കാരണം സാധവോ ഹൃദയം മഖ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യൽത്തേന ജാനന്തി നാഹം തെവ്യോ മനാഗപി. സാധുക്കളുടെ ഹൃദയത്തിൽ ഞാനുണ്ട്, അവരുടെ ഹൃദയം എന്നിലുണ്ട്. അവരിൽ നിന്ന് അന്യമായി എനിക്കൊരു എക്സിസ്റ്റൻസിലെ ഭഗവാൻ പറയണോ, സാധു ഹൃദയത്തിൽ നിന്നും വേറെ അല്ല ഞാനിരിക്കുന്നത്, പോയി അങ്ങ് അവിടെ ചെല്ലൂ. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ അറിവും എല്ലാ തരത്തിലുള്ള അറിവുകളും തപസ്സും ഇതൊക്കെ വിനയത്തെ എടുത്തിട്ടില്ലെങ്കിൽ, വിനയം നഷ്ടപ്പെട്ടു പോയാൽ ഇത് അധപ്പതനമായി തീരുന്നതാണ്, അധപ്പതനമായി തീരും. സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥയും ഇതാണ്. ഭൗതികമായി ഒരുപാട് അറിവുണ്ടെങ്കിലും അവരിൽ ആ മാനസികമായൊരു പക്വതയും ഹൃദയവിശാലതയും ഇല്ലാത്തതുകൊണ്ട് ഭൗതികമായ അറിവ് അവർക്കൊരു പലപ്പോഴും ദുരിതവും ദുരന്തവുമായി തീരുന്ന കാഴ്ച നാം കാണുന്നു. ഇപ്പോൾ എവിടെയാണ് ഈ ഭാഗവതത്തിലൂടെ നമുക്ക് വഴി കാണിക്കേണ്ടത്? അവരോട് പറയേണ്ടത് സമൂഹത്തിലുള്ള ഉത്തരവാദിത്വം, കേവലം ജോലി മാത്രമല്ല, ഒരു നല്ല സത്സംഗം വേണം, നല്ലൊരു സമൂഹം വേണം. അപ്പോഴേ ഹൃദയം വികസിക്കുള്ളൂ. ഹൃദയത്തെ വികസിപ്പിക്കാനാണ് സമൂഹം, അല്ലേ? അപ്പോഴാണ് നമ്മളിലെ സ്നേഹം, നമ്മളിലെ കാരുണ്യം, നമ്മുടെ ആ ഒരു വിനയം ഇതൊക്കെ വരുന്നത്. സാധന ചെയ്യുന്നത് മനോബലത്തിന് വേണ്ടിയിട്ടാണ്. ആ മനോബലം നേടി 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 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് മനസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ, അത് ഭഗവാനിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നുകൊള്ളും. അതൊന്നും നമ്മൾ അറിയണ്ട, നമ്മൾ ഭക്തി കൊണ്ട് ശക്തി നേടണം. ഇപ്പം ദിവസവും നമ്മൾ ഉള്ളിലേക്ക് നോക്കി പറയണം. എന്താ നോക്കി പറയേണ്ടത്? എൻ്റെ മനസ്സിന് വരുന്ന കാര്യങ്ങളെയൊക്കെ, പ്രതികൂലമായി വരുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ ആദ്യം പറഞ്ഞൊരു കഥയില്ലേ, കണ്ണാടി എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക? കണ്ണാടി എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക? നിങ്ങളത് മറന്നുപോയി. എങ്ങനെയാണ് കണ്ണാടി പ്രതിഫലിപ്പിക്കുക? നിങ്ങളെങ്ങനെയുള്ള മുഖത്തോടു കൂടി നോക്കിയാൽ ആ കണ്ണാടിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ മുഖം വരിക? യൗവനമുള്ള, ഊർജമുള്ള, പ്രസരിപ്പുള്ള, പുഞ്ചിരിക്കുന്ന ഒരു മുഖം. ഭാഗവത പുസ്തകം വയ്ക്കുക, എന്നിട്ട് അത് തന്നെ കണ്ണാടി എന്ന് ഉറപ്പിക്കുക. അതിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തെ നിങ്ങൾ കാണുക. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്ത്, വെറുതെ ഞാൻ പറയണത് നാളെ മുതൽ അങ്ങനെ പരിശീലിച്ച് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വേണ്ട. ഭാഗവത പുസ്തകം നോക്കിയിട്ട് സ്വാമി പറഞ്ഞിട്ട് ഇങ്ങനെ പരിശീലിക്കുക, കേവലം പുസ്തകം നോക്കി പുഞ്ചിരിച്ചുകൊണ്ടൊന്നും വരില്ല. മനസ്സിലായില്ല, ഉള്ളത് പറയാലോ. ആരും മറ്റുള്ളവർ എനിക്ക് ലേശം മട്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ കൊണ്ടുപോകാൻ ഇടവരരുത്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ആ കഥകളുടെയൊക്കെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് പുഞ്ചിരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനോബലം ക്രമേണ ക്രമേണ ഉയർത്തെഴുന്നേറ്റ് ജീവിതം സിനിമയിൽ പാടിയ പോലെ ടേക്ക് ഇറ്റ് ഈസി പോളിസിയാണ്. ലൈഫ് ഒരു ഈസി ഗോയിങ് ആണ്. അത്രയും ഒരു രസകരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അച്യുത ഹൃദയത്തിൽ മനസ്സിൽ കളിപ്പന്തലിട്ട് വിളയാടിയിരുക എന്നൊക്കെ എഴുത്തച്ഛൻ എഴുതി വെച്ച വരികൾ പോലെ, പിന്നെ ഹൃദയത്തിൽ ഇങ്ങനെ കളിപ്പന്തലിട്ട് വിളയാടിയിരുക. മനസ്സിലായില്ലേ?
ഭഗവാൻ ഇങ്ങനെ ഉള്ളിലങ്ങനെ, ഹിന്ദിക്കാർ പറയുന്ന പോലെ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ കളിച്ചോളും എന്നുള്ളതാണ്. ഭഗവാന്റെ കളികളാണ് ലീലകളായിട്ട് മാറും ജീവിതം. അങ്ങനെ ലീലകളാക്കി മാറ്റിയ ഒരു മഹാപുരുഷനാണ്, മഹാത്മാവാണ് നഭാഗപുത്രനായ നാഭാഗൻ്റെ പുത്രനായ അംബരീഷ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം അടുത്ത പരിപാടിക്കുള്ള ആചാര്യന്മാരും കലാകാരന്മാരൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സമയമെടുക്കരുത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സപ്തദ്വീപപതി മഹിം, ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു ഹിസ് കിങ്ഡം. അപ്പം നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടു അവർ സൊസൈറ്റി, മൈ കമ്മിറ്റ്മെൻറ്റ്, അത് ഈശ്വരൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്. അതിനെ മാക്സിമം സമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ ഹൃദയം വിശാലമായി മാറും. ഹൃദയത്തെ വികസിപ്പിക്കുക. അതേപോലെ സാധനയിലൂടെ, അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ നമ്മൾ ദിവസവും ടെസ്റ്റ് ചെയ്യുക. എന്താ ടെസ്റ്റിങ്? പണ്ട് ഒരു കഥയും കൂടി പറഞ്ഞ് നിർത്തിക്കോട്ടെ. കുരങ്ങന്മാർക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടു. കാരണം ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല മാന്തോട്ടത്തിൽ നിറയെ മാങ്ങകളുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ ഒരു കാരണവശാലും അതിൻ്റെ ഉടമസ്ഥൻ സമ്മതിക്കുന്നില്ല. അയാൾ കുറേ കാവൽക്കാരെ നിർത്തിക്കൊണ്ട് കുരങ്ങന്മാരെ കല്ലെറിയാനും അടിക്കാനും വടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കുരങ്ങന്മാരിൽ ഒരു നല്ല മൂത്ത കുരങ്ങനുണ്ടായിരുന്നു. അദ്ദേഹം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നാണോ എന്ന്, സാക്ഷരനായൊരു കുരങ്ങൻ. ഈ കുരങ്ങൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ടൊരു തോട്ടം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ എന്താണെന്ന്. അങ്ങനെ എവിടെ നിന്നൊക്കെയോ കുറേ മാവിൻ്റെ തൈകളൊക്കെ കൊണ്ടുവന്ന് കുരങ്ങന്മാർ കാട്ടിൽ തന്നെ മാന്തി കുഴി വെച്ചിട്ട് ഈ മാവിൻ്റെ തൈയെല്ലാം അവർ കൃഷി ചെയ്തു. കാരണം അവർക്കിനി വേറൊരാളുടെ ഉപദ്രവമില്ലാതെ മാങ്ങ ഇഷ്ടംമാതിരി പറിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാവൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട്, നമ്മൾ ചിലതൊക്കെ കാണുന്നില്ലേ, ഇത്ര വളമിടണം, അതിന് ചാണകം, ഉണക്കച്ചാണകം, ചാരം, ഇതൊക്കെ പാവങ്ങൾ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് വെള്ളമൊക്കെ നനച്ച് ദിവസവും രാവിലെ ആയാൽ കുരങ്ങന്മാർ വരും, വലിച്ചു നോക്കും വേര് വന്നിട്ടുണ്ടോ എന്ന്, വീണ്ടും മാന്തി അവിടെ വയ്ക്കും. അതവർ കൃത്യമായി മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. ദിവസവും കാലത്ത് വന്ന മാവിൻ്റെ വലിപ്പം, അതിൻ്റെ എത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന് അറിയാൻ എന്തു ചെയ്യും? പിഴുതെടുക്കും. വളർന്നിട്ടില്ല അല്ലേ? അങ്ങനെ ഇതുപോലെ രാവിലെ എണീറ്റ് നോക്കണം മനസ്സിന് എത്രമാത്രം ശക്തി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ തീരുമാനിക്കണം, ഇന്ന് എന്ത് തന്നെ തലകുത്തി മറിഞ്ഞാലും ഞാൻ ഒരു തരത്തിലും പതറുകയില്ല. തീരുമാനിച്ചുവോ? തീരുമാനിക്കാലോ. എന്ത് തീരുമാനിച്ചു? സമൂഹത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം. എന്താണ്? സമൂഹത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം. അപ്പം നല്ല കാര്യങ്ങൾ പങ്കുവെച്ച് ഹൃദയത്തെ വികസിപ്പിക്കണം. 2, അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ഇന്ന് മുതൽ സത്രസമിതിയിൽ, നിങ്ങൾ ഈ യജ്ഞവേദിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഉറച്ച് തീരുമാനം, ഓരോ ദിവസം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പോവുക. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും ആദ്യം ഞാൻ പുഞ്ചിരിക്കും, മിണ്ടില്ല. എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചോളൂ. ഒരു നിമിഷം, ഒറ്റ നിമിഷമേ വേണ്ടൂ. ചുണ്ട് അടച്ചു വെച്ച് ഒരിറക്കൽ, പുഞ്ചിരിച്ച് അവിടെ നിർത്തുക. ബാക്കി ഭഗവാൻ നോക്കിക്കോളൂ. തയ്യാറാണോ? ഒരു ഊർജ്ജമല്ലേ പറയുന്നതിന്? ഇത്രയും നേരം കേട്ടിട്ട് അതിനൊരു ഊർജ്ജം വേണ്ടയോ? നോക്കൂ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാണിച്ചാലല്ലോ, നിങ്ങളെ മക്കൾ എന്തെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുക, ആരെങ്കിലും ഇത് പറ്റിയവർക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം മിണ്ടാതിരിക്കുന്നു, ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്തൊരു പറ്റിയെന്നുള്ളത്. അപ്പോൾ പറയണം, മള്ളിയൂർ സത്രം, ഞാൻ കുംഭമേള കഴിഞ്ഞിട്ട് വരികയാണ്. ഒരൊറ്റ മുകളിലെല്ലാം മാറിക്കഴിഞ്ഞു. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കതിൻ്റെ ഒരു പ്രയോജനമുള്ളൂ. അതാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, കഥകൾക്കപ്പുറത്ത് ജീവിതത്തെ കാണാൻ ഭാഗവതം നമുക്കൊരു ഉത്തമ വഴികാട്ടിയാണ്. എന്തായാലും സുഹൃതമാവട്ടെ. ജീവിതം സുഹൃതമാണ്, അനുഗ്രഹമാണ്, പവിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുംഭമേളയിൽ കുളിച്ചു കിട്ടുന്ന പുണ്യത്തേക്കാൾ സർവശ്രേഷ്ഠമാണ് ജ്ഞാനഗംഗയിൽ കുളിച്ച് നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് അതുല്യമാണ്, പവിത്രമാണ്.
ഇത് നിങ്ങൾക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. സത്യത്തിൽ മള്ളിയൂരിൽ വരാൻ എല്ലാ വർഷവും ഇങ്ങനെ വരാൻ സാധിക്കുന്നത്, ഞാൻ കുംഭമേളയ്ക്ക് പോകണം വിചാരിച്ചായിരുന്നു. കാരണം എൻ്റെ കൂടെ കുറേ ഡോക്ടർ സർക്കിളുണ്ട്, ഇവരൊക്കെ പറഞ്ഞു സ്വാമിജി പോവാം, ചില പോവാം എന്നാണ്. ഞാൻ പറഞ്ഞു നോ, എനിക്ക് കുംഭമേളയല്ല, എനിക്കിവിടെ ഇന്ന് സത്രമുണ്ട്, ഇവിടെ വരണം. കാരണം മറ്റന്നാൾ എനിക്ക് സപ്താഹം തുടങ്ങുകയാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നാളെ ഒരു ഗ്യാപ്പേ എനിക്കുള്ളൂ. മറ്റന്നാളാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം എന്ന് പറയുന്നത്. അന്നാണ് നാഗസന്യാസിമാരൊക്കെ വന്ന് സ്നാനം ചെയ്യുന്ന ദിവസം. പിന്നെയുള്ളത് 3-ാം തീയതിയും, പിന്നെ അത് കഴിഞ്ഞാൽ മഹാപൗർണമി ദിവസവും, പിന്നെ അത് കഴിഞ്ഞാൽ ശിവരാത്രി ദിവസമാണ് അവിടുത്തെ സ്നാനങ്ങളുള്ളത്. അപ്പോൾ ഈ സ്നാനത്തിന് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് പരമേശ്വർജി പറയണത് ഇവിടെ വരണം എന്നുള്ളത്. അപ്പം നാളെ ഇവിടെ 27 ഇവിടെ വരണം എന്നതൊരു നിയോഗമാണ്. എനിക്ക് അവിടെ സ്നാനം ചെയ്യേണ്ട എനിക്ക് ഈ തപോഭൂമിയിൽ സ്നാനം ചെയ്യാൻ കിട്ടിയ ഭാഗ്യത്തിന് മുമ്പിൽ ആദരണീയനായ പരമേശ്വരൻ നമ്പൂതിരിയെയും ദിവാകർജിയെയും നമിക്കുന്നു. ഇനിയും ഈ സത്രഭൂമിയിൽ വന്ന് അല്പനേരം ഇവിടെ ഇരിക്കാൻ, പ്രഭാഷണത്തിനൊന്നും എന്നെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം ഇരിക്കാൻ സാധിച്ചാൽ തന്നെ അത് ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭ്യത്, അത്ര ഒരു പവിത്രമാണ്. എല്ലാവർക്കും ആ ഒരു അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് പ്രണാമം, നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത മഹാസത്ര വേദിയിൽ നമ്മെ അനുഗ്രഹിച്ച സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യാജി, അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ്. ബ്രഹ്മശ്രീ ഭാഗവത കഥാഗോകുലം മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോൾ സ്വാമിജിയെ ആദരിച്ചിരിക്കുന്നു. ഇനിയും സത്രവേദിയിലേക്ക് എത്തിച്ചേർന്ന് നമ്മെല്ലാം